നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 3-4 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം. ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി ആദ്യമായി സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? അതും മഹാരാഷ്ട്രയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി. നമ്മുടെ മലയാളി ആരാധകരെ സംബന്ധിച്ച് ഇതൊരു സങ്കട വാർത്തയാണ്. കാരണം വിജയ് അഭിനയം നിർത്തുവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. PSC പെർസ്പെക്റ്റീവിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കണം? പഠിച്ചിരിക്കണം. പാർട്ടിയുടെ പേരെന്താണ്? തമിഴക വെട്രി കഴകം. 2024 ഫെബ്രുവരിയിൽ തമിഴ് സൂപ്പർ താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ ബാധിച്ച നാലാമത്തെ ചോദ്യം, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓർമ്മത്തോണി. ഓർത്തിരിക്കാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്തുന്ന IIT-കളുടെ ഡിഗ്രി പ്രവേശനം സ്പോർട്സ് കോട്ട ഇല്ല. അപ്പൊ അങ്ങനെ സ്പോർട്സ് കോട്ട സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ IIT ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? IIT മദ്രാസ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനായി സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യം. എത്ര ഡ്രോണാണ്? 31. എന്ത് ഡ്രോണാണ്? പ്രിഡേറ്റർ ഡ്രോണുകൾ. ഇന്ത്യക്ക് 31 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനായുള്ള സുപ്രധാന കരാറിന് അനുമതി നൽകിയ രാജ്യമാണ് USA. ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കാപ്പാട്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ലോക ക്യാൻസർ ദിനം എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ഫെബ്രുവരിയിൽ നമ്മൾ 2 ഇമ്പോർട്ടന്റ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നും നോക്കാം. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ഫെബ്രുവരി 2 എന്തായിരുന്നു? ലോക തണ്ണീർത്തട ദിനമായിരുന്നു. എന്തായിരുന്നു? ലോക തണ്ണീർത്തട ദിനം. നമ്മൾ ഇന്ന് പഠിച്ചത് ഏതാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, സംസ്ഥാന ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത് ജയന്തി കൃഷ്ണൻ. ആരാണ്? ജയന്തി കൃഷ്ണൻ. നമ്മുടെ 10ാമത്തെ ചോദ്യം, ടെസ്റ്റിൽ ഇന്ത്യക്കായി ഡബിൾ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരം. ടെസ്റ്റിൽ ഇന്ത്യക്കായി ഡബിൾ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരമാണ് യശസ്വി ജയ്സ്വാൾ. IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റിലാണ് യശസ്വി ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചെയ്യുന്ന മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. നമ്മുടെ 12ാമത്തെ ചോദ്യം, തമിഴ്നാടിന്റെ 18ാമത് വന്യജീവി സങ്കേതം. ഇത് ഇന്ത്യൻ ജോഗ്രഫി കയറി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ചുഴലിക്കാറ്റിന്റെ പേരുകൾ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറണ്ട് ഇവന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കറണ്ട് അഫയേഴ്സിലും ജോഗ്രഫിയിലുമായിട്ട് കയറി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ തമിഴ്നാടിന്റെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. നമ്മുടെ 13ാമത്തെ ചോദ്യം, അടുത്തിടെ സൂരജ് കുണ്ട് മേള നടന്ന സംസ്ഥാനം. അടുത്തിടെ സൂരജ് കുണ്ട് മേള നടന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. നമ്മുടെ 14ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതും എത്തിയ നഗരം. സംഭവം സിമ്പിൾ ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ബംഗളൂരു ആണ്. ബംഗളൂരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള 6ാമത്തെ നഗരം. ഓക്കെ. അപ്പൊ നമ്മുടെ 15ാമത്തെ ചോദ്യം, ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. എത്രാമത്തെയാണ്? 50ാമത്തെ വ്യക്തി. ക്രിക്കറ്റിലൊക്കെയാണ് ഹാഫ് സെഞ്ചുറി എന്ന് പറയാം. അപ്പൊ ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. ആരാണ്? LK അദ്വാനി. ഓക്കെ. നമ്മുടെ 16ാമത്തെ ചോദ്യം, ആസിയാൻ ടൂറിസ്റ്റ് ഫോറം
വേദി 2024 വേദി, ആസിയാൻ ടൂറിസ്റ്റ് ഫോറം 2024 വേദി ലാവോസ് ആണ്. ഓക്കെ, ഏതാണ്? ലാവോസ്. ഇനി ആസിയാന്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാന്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ആസിയാന്റെ ഫുൾ ഫോം. ഇനി ആസിയാൻ ഫോം ചെയ്തെന്നാണ്? 8 ഓഗസ്റ്റ് 1967 ആസിയാൻ എന്നാ ഫോം ചെയ്യുന്നത്? 8 ഓഗസ്റ്റ് 1967. ഇനി ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജക്കാർത്തയിലാണ്. എവിടെയാണ്? ജക്കാർത്ത. അപ്പൊ ആസിയാൻ ടൂറിസ്റ്റ് ഫോറം 2024 വേദി എവിടെയാണ്? ലാവോസ് ആണ്, മറന്നു പോകരുത്. നമ്മുടെ 17ാമത്തെ ചോദ്യം, കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയ 2023 ലോക മാധ്യമ വ്യക്തിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇതിന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? മീഡിയ. ഇനി ആ മീഡിയ 2023 ലോക മാധ്യമ വ്യക്തിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? വഇൽ അൽ ദഹ്ദൂദ്. വഇൽ അൽ ദഹ്ദൂദിനെയാണ് തിരഞ്ഞെടുത്തത്. അർജന്റീൻ അൽ ജസീറ ചാനലിലെ ഗാസ ബ്യൂറോ ചീഫ് ആണ് വഇൽ അൽ ദഹ്ദൂദ്. ഓക്കെ, ഇനി 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പുരസ്കാരം സമ്മാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാണ്, പഠിച്ചു വെക്കുക. അല്ലെ, ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇത്രയും ബുദ്ധിമുട്ടുള്ള പേരാണല്ലോ ഓപ്ഷനിൽ വരിക. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മുടെ 18ാമത്തെ ചോദ്യം, 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഉത്തരം എന്താണ്? സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. അപ്പൊ ഇതോടെ നമ്മുടെ വീഡിയോസ് അവസാനിക്കുകയാണ്. നമ്മുടെ നോട്ടുകൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ LDC ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിലബസ് നമ്മൾ 3 മാസത്തിനുള്ളിൽ കവർ ചെയ്യാൻ രീതിയിലുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളായിട്ട് നിങ്ങളെ എക്സാമിനും കൂടുതൽ പ്രിപ്പയർ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.